കടത്തനാട്ടിലെ വളരെ പുരാതനവും പ്രസിദ്ധവുമായ കടമേരി ശ്രീ പരദേവതാ ക്ഷേത്രത്തിലെ ഈ വർഷത്തെ തിറ മഹോത്സവത്തിന് നാളെ തുടക്കം കുറിക്കുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. 11-ന് ആരംഭിച്ച് 9 ദിവസങ്ങളിലായി വിവിധങ്ങളായ പരിപാടികളോടുകൂടി 19-ന് തിരമഹോത്സവം സമാപിക്കും. കടത്തനാട്ടിലെ വളരെ പുരാതനവും പ്രസിദ്ധവുമായ കടമേരി ശ്രീ പരദേവതാ ക്ഷേത്രങ്ങളിലെ തിരമഹോത്സവങ്ങളോടുകൂടി കടത്തനാട്ടിലെ തിരമഹോത്സവങ്ങളുടെ പരിസമാപ്തി കുറിക്കും എന്നത് ഒരു പ്രത്യേകതയാണ്. ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ ദിവസങ്ങളിലായി മെഗാ മെഡിക്കൽ ക്യാമ്പ്, വൃക്കരോഗ നിർണയം, രക്തഗ്രൂപ്പ് നിർണയം, നങ്ങ്യാർകൂത്ത്, ബാലബോധന സത്രം, നാടകക്കളരി, ദുർഗാ വിശ്വനാഥ് നയിക്കുന്ന ഗാനമേള, മിഥില ഭജൻസ് അവതരിപ്പിക്കുന്ന ഭക്തിഗാനസുധ, സദ്ഗമയ തൃശൂർ അവതരിപ്പിക്കുന്ന നാടകം, സൈറൺ, ഉത്സവരാവ്, ആധ്യാത്മിക പ്രഭാഷണം, കവർനിരക്കൽ ഘോഷയാത്ര, പാണ്ടിമേളം എന്നീ പരിപാടികളും ഉണ്ടായിരിക്കുന്നതാണെന്ന് ഭാരവാഹികൾ അറിയിച്ചു. കടത്തനാട്ടിലെ തിരമഹോത്സവങ്ങൾക്ക് പരിസമാപ്തി കുറിച്ചുകൊണ്ട് കടമേരി ശ്രീ പരദേവതാ ക്ഷേത്രത്തിലെ തിരമഹോത്സവം നാളെ ഏപ്രിൽ 11-ന് ആരംഭിക്കുകയാണ്. ഏപ്രിൽ 11 മുതൽ 9 ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടി ഏപ്രിൽ 19-ന് സമാപിക്കും. വിവിധ പരിപാടികൾ, കലാപരിപാടികളോടുകൂടിയാണ് തിരമഹോത്സവം ആഘോഷിക്കുന്നത്. ബാലബോധന സത്രം, നാടകക്കളരി കുട്ടികൾക്കുള്ളത്, ശ്രീമതി ദുർഗാ വിശ്വനാഥ് നയിക്കുന്ന ഗാനമേള, മിഥില ഭജൻസ് അവതരിപ്പിക്കുന്ന ഭക്തിഗാനസുധ, സദ്ഗമയ തൃശൂർ അവതരിപ്പിക്കുന്ന നാടകം, സൈറൻ, ഉത്സവരാവ്, ആധ്യാത്മിക പ്രഭാഷണം, കലവറനിരക്കൽ ഘോഷയാത്ര, പാണ്ടിമേളം എന്നീ പരിപാടികളും ഈ ഉത്സവത്തോടനുബന്ധിച്ച് വിവിധ ദിവസങ്ങളിലായി നടക്കുകയാണ്. സുമാർ 2500 വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിക്കപ്പെട്ട ഒരു ക്ഷേത്രമാണെന്നാണ് പറയപ്പെടുന്നത്. ഈ ക്ഷേത്രത്തിൻ്റെ പ്രത്യേകത തന്നെ പടിഞ്ഞാറ് മുഖമായ കോഴിക്കോട് ജില്ലയിലെ ഏക ക്ഷേത്രമാണിത്. അതുപോലെ തന്നെ ഒരു പീഠത്തിൽ 2 വിഗ്രഹം, ഒരു പീഠത്തിലുള്ള അപൂർവ ക്ഷേത്രങ്ങളിൽ ഒന്നായിട്ടാണ് കടമേരി പരദേവതാ ക്ഷേത്രം കാണുന്നത്. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രോത്സവാഘോഷ സമിതി ഭാരവാഹികളായ കണ്ണോത്ത് ദാമോദരൻ, സുമേഷ് താവോളി എന്നിവർ പങ്കെടുത്തു.